കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലും അമല ഹോസ്പിറ്റലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശമ്പള വർധനവിന്റെ പേരിൽ ഒരു കൂട്ടം നഴ്സുമാർ അവിടെ മാത്രം സമരം ചെയ്യുന്നത്. വേറെ പ്രൈവറ്റ് ആശുപത്രികളുണ്ടെങ്കിൽ അവിടങ്ങളിൽ സമരം നടന്നേനെ. അതോ അമലയിലും ജൂബിലിയിലും ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് മാത്രം മതിയോ ശമ്പളം കൂടുതൽ? ഇപ്പോൾ തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം. അതുപോരാ, ഇനിയും കൂട്ടി വേണമെന്നാണ് അവരുടെ ആവശ്യം. കിട്ടുന്നതെല്ലാം ഇങ്ങ് പോരട്ടെ എന്നല്ല, ഇപ്പോൾ കിട്ടുന്നത് ആ പാവങ്ങൾക്ക് തികയുന്നില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ ആരും മറുപടി പറഞ്ഞില്ല. പകരം എന്നെ പൊങ്കാലയിടുകയാണ് ചെയ്തത്. വീണ്ടും ഞാൻ ചോദിക്കുക, ആശുപത്രികൾക്ക് അവരുടെ ഇഷ്ടം പോലെ ശമ്പളം കൊടുത്താൽ മതിയോ? അല്ലാതെ സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിക്കണ്ടേ? എല്ലാ ആശുപത്രികളെയും ഏകോപിപ്പിച്ച് എല്ലാ നഴ്സുമാർക്കും തുല്യ ശമ്പളം കിട്ടണ്ടേ? അതോ അമലയിലെ നഴ്സുമാർ മാത്രം കഞ്ഞി കുടിച്ച് കിടന്നാൽ മതിയോ? മാത്രമല്ല, എൻ്റെ ഒരു സംശയം, ഈ സമരത്തിൻ്റെ പേരിൽ വെളിയിൽ നിന്ന് വല്ല ഫണ്ടും ലഭിക്കുന്നുണ്ടോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സംശയം പലർക്കുമുണ്ട്. നഴ്സുമാരുടെ ശമ്പളം നിശ്ചയിക്കേണ്ടത് സർക്കാരാണ്, അല്ലാതെ സംഘടനകളല്ല. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും ബാധകമാകുന്ന രീതിയിൽ സർക്കാർ മെച്ചപ്പെട്ട മിനിമം ശമ്പളം പ്രഖ്യാപിക്കണം. അങ്ങനെ ചെയ്താൽ ആ നിമിഷം അത് നടപ്പിലാക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് അമലയുടെയും ജൂബിലിയുടെയും അധികൃതർ വ്യക്തമാക്കിയത്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും കുപ്രചാരണം നടത്തി ഈ ആശുപത്രികളെ തകർക്കാൻ ചില സംഘടനകളും വ്യക്തികളും ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് മാനേജ്മെന്റുകൾ ഈ നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 398 ആശുപത്രികളിൽ ഇടക്കാല ആശ്വാസമായി 8,000 രൂപ മുതൽ 9,000 രൂപ വരെ വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് സമരക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തുകയും ചേർത്ത് നിലവിൽ അവിടെയുള്ള നഴ്സുമാർക്ക് ലഭിക്കുന്ന യഥാർത്ഥ ഗ്രോസ് സാലറി എത്രയെന്ന് കൃത്യമായി വ്യക്തമാക്കാൻ നേതൃത്വത്തിന് സാധിക്കുമോ? അമല ജൂബിലി മാനേജ്മെന്റുകളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിലവിൽ അമല ജൂബിലി തുടങ്ങിയ ആശുപത്രികൾ നൽകുന്ന ശമ്പളം ഈ പറയുന്ന തുകയേക്കാൾ കൂടുതലാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശുപത്രികളിൽ മാത്രം വീണ്ടും 4,000 രൂപ കൂടി ഇടക്കാല ആശ്വാസം നൽകണമെന്ന് വാശി പിടിച്ച് സമരം നടത്തുന്നതെന്ന ചോദ്യം സമരക്കാരുടെ ഗൂഢലക്ഷ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുറഞ്ഞ ശമ്പളം നൽകുന്ന പല ആശുപത്രികളിലും സമരം നടക്കാത്തത് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ അതാത് മാനേജ്മെന്റുകൾ വേണ്ട രീതിയിൽ കാണുന്നത് കൊണ്ടാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻകാരെ കുറിച്ച് നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അതിന് കുടപിടിക്കാൻ അമല ജൂബിലി ആശുപത്രി മാനേജ്മെന്റ് തയ്യാറല്ല. മാത്രമോ, തുടർച്ചയായ സമരങ്ങൾ കാരണം സാധാരണക്കാരായ നഴ്സുമാർക്ക് ഇതിനകം തന്നെ 1,75,000 രൂപയുടെ വരുമാന നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സംഘടനയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരെ വീണ്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ നഴ്സുമാരോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ, അവരോട് സ്നേഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ അവരെ ഉപദേശിക്കുകയാണ് നേതൃത്വം ചെയ്യേണ്ടത്. കേരളത്തിലെ എല്ലാ നഴ്സുമാർക്കും ഗുണകരമാകുന്ന രീതിയിൽ സർക്കാർ ശമ്പളം പുതുക്കുന്നതിനെ അനുകൂലിക്കുന്നതിന് പകരം സ്വകാര്യ ആശുപത്രികളുമായി രഹസ്യ കരാറുകൾ ഉണ്ടാക്കി വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാനാണ് ഈ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആജീവനാന്ത നേതാക്കൾ അവർ ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ റോഡിലിരുത്തി തൃശ്ശൂരിൽ വൻ റോഡ് ഉപരോധം നടത്തിയിട്ടും അമല ജൂബിലി ആശുപത്രികളുമായി രഹസ്യ കരാർ ഉണ്ടാക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചില്ല. കാരണം അവരതിന് തയ്യാറല്ല. മാനേജ്മെന്റുകൾ നഴ്സുമാരുടെ മാസവരി സംഖ്യ പിരിച്ചു ജീവിക്കുന്ന നേതാക്കളുടെ ഗൂഢമായ ഇടപാടുകൾക്കും രഹസ്യ കരാറുകൾക്കും എന്നേക്കുമായി കൂട്ടുകയാണ്. മനുഷ്യജീവിതവും ഈ സമൂഹവും പൂർണ്ണമായും പരസ്പര ആശ്രയത്തിൽ അധിഷ്ഠിതമാണ്. ഒരു ആശുപത്രി മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും മാത്രം പോരാ. അതിനുള്ള കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ ഉപകരണങ്ങൾക്കൊപ്പം ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ അറ്റൻഡേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, വാച്ച്മാൻ തുടങ്ങി ലാബ് ടെക്നീഷ്യന്മാർ, ടെലികോളേഴ്സ്, HR അക്കൗണ്ട്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങൾ ഒരുപോലെ പ്രധാനമാണ്. അവരെല്ലാം ഒരുമിച്ച് നിന്നെങ്കിലേ പറ്റൂ. ഇതിലേത് വിഭാഗം പണിമുടക്കിയാലും ആ സിസ്റ്റം മുഴുവൻ തകരും. കേരളത്തിലെ അസംഘടിത മേഖലകളിൽ വർഷങ്ങളായി 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും അല്ലെങ്കിൽ 20,000 രൂപയിൽ താഴെ മാത്രം ശമ്പളത്തിന് 8 മണിക്കൂറിലധികം കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്.
അവർക്കൊന്നും സമൂഹത്തിൽ വലിയ മാധ്യമ ശ്രദ്ധയോ അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയോ ലഭിക്കുന്നില്ല. ആശുപത്രികൾ മാത്രം ഉണ്ടായതുകൊണ്ട് ലോകം നിലനിൽക്കില്ലെന്ന് അന്നം തരുന്ന കർഷകർ, നിത്യോപയോഗ സാധനങ്ങൾ നിർമ്മിക്കുന്ന ഉത്പാദകർ, കെട്ടിടങ്ങൾ പണിയുന്ന നിർമ്മാണ തൊഴിലാളികൾ, അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ ഓരോ മനുഷ്യനും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് നിലനിൽപ്പില്ലെന്ന യഥാർത്ഥ വസ്തുത ഉൾക്കൊണ്ട് അനാവശ്യമായ അവകാശവാദങ്ങളും വിദേശ കുത്തക മാഫിയകൾക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രകോപനങ്ങളും അവസാനിപ്പിച്ച് സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാൻ സമരത്തിന് നേതൃത്വം നൽകുന്നവർ തയ്യാറാകണം. ഇനിയെങ്കിലും അവർ മാറി ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സുമാരോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, അവരെ കരുതുന്നുണ്ടെങ്കിൽ അവരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ പറയണം. ഇനി മാനേജ്മെന്റ് അവരെ മുഴുവൻ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ പിരിച്ചുവിട്ടാൽ അവർക്ക് മറ്റൊരു സ്ഥാപനങ്ങളും ജോലി കൊടുക്കില്ല. വഴിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ആസനത്തിൽ വയ്ക്കുന്നത് പോലെയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസവും ഇത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് നഴ്സുമാരെ, നിങ്ങളെ ഇവർ ബലിയാടാക്കുകയാണ്. നിങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ എത്രയും വേഗം ഒന്നുകിൽ ജോലിക്ക് തിരികെ കയറുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം.